ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ കേക്കാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. മൈദയുടെയോ മുട്ടയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 12 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ കളഞ്ഞ് തണ്ട് ഇതുപോലെ എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഓരോ ബ്രെഡ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ലെയറിൽ 4 എണ്ണമാണ് വെക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അടുത്ത ഒരു ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ലെയറാണ് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അധികം സമയം എടുക്കത്തില്ല. വെറും 10 മിനിറ്റത്തെ കാര്യമുള്ളൂ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ. അത് നമ്മൾ ബ്രെഡാ കഴിക്കുന്നത് തോന്നുന്നത് പോലുമില്ല. കറക്റ്റ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. സൈഡിലും ഇതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മുകളിലും സൈഡിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്